ഹലോ ഗായ്സ്, വെൽക്കം ടു ഫൺ എജു മീഡിയ. അസ്സലാമു അലൈക്കും മക്കളെ. ഇന്ന് ജൂലൈ 3 സ്കൂൾ ലെവൽ അലിഫ് അറബിക് ടാലൻറ്റ് എക്സാമുകൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? സിമ്പിളായിരുന്നോ എന്നുള്ളതൊക്കെ എല്ലാവരും അറിയിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നിങ്ങൾക്ക് സിമ്പിളായിരുന്നോ? എത്രയാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ സ്കൂൾ തലത്തിൽ ഫസ്റ്റ് കിട്ടിയവർ സബ് ജില്ലാ തലത്തിലോട്ട് മത്സരിക്കുന്നുണ്ടാകും. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, എങ്കിലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യം സമയത്ത് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആകെ 20 ചോദ്യങ്ങളാണല്ലേ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അൽ യൗമുൽ ആലമി ലി മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്, അതായത് ലഹരി വിരുദ്ധ ദിനം എന്നാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. യൂനിയു 26 ജൂൺ 26-നാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇഖ്തറു സ്വഹീഹ്, അതായത് അവിടെ 100 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ്, എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ, അതിൽ ഏത് രീതിയിലാണ് മിഅത്ത് എന്ന് എഴുതുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ ചോദ്യം ഈ മഹല്ലുൽ അക്മിഷത്ത് എന്നത് ഓഫീസാണോ, ജ്വല്ലറി ആണോ, ടെക്സ്റ്റൈൽസ് ആണോ, ഹോസ്പിറ്റലാണോ? ആൻസർ ഓപ്ഷൻ സി ആണ്, ടെക്സ്റ്റൈൽസ് ആണ് കേട്ടോ. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് യാ ഫാത്തിമ മൻ ഡാഷ്, അതായത് യാ ഫാത്തിമ ഓ ഫാത്തിമ മൻ അൻതി എന്നാണ് വരേണ്ടത് കേട്ടോ. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ പെണ്ണായതുകൊണ്ട് അൻതി എന്നാണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അഞ്ചാമത്തത് അയ്യു ഷഹരിൻ ഹിജ്റ ഹാദ, അതായത് ഇപ്പോൾ ഇത് ഏത് ഹിജ്റ മാസമാണ്? മുഹറമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏത് ഹിജ്റ മാസത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മുഹറമാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ആറാമത്തത് മാ ഹുവ ഇസ്മു ആഹർ ലി മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ അതിൻ്റെ പഴയ പേര് എന്തായിരുന്നു? ആറാമത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബൈത്തുൽ മുഖദ്ദിസ് ആണ് കേട്ടോ. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്തറു ഷാദ്, ഒറ്റപ്പെട്ടത് കണ്ടെത്താനാണ്. മിർസം, മ്യോൾത്തോഫ്, ബൺതലൂൻ, ഖമീസ്, ഒറ്റപ്പെട്ടത് ഏതാ ഇതിൽ? ഓപ്ഷൻ എ മിർസമാണ് കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം മൻ ബന കലാത്തുൽ ഹംറാ, അതായത് റെഡ് ഫോർട്ട് ചെങ്കോട്ട നിർമ്മിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷാജഹാനാണ്. ഒമ്പതാമത്തത് ഇഹ്താദ് മുഅല്ലമിൽ അറബിയ ബി കേരള, അതെന്താണ്? KTF ആണല്ലേ, കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പത്താമത്തേത് മിനൽ ആദാത്തി സയ്യ, അതായത് ഇതിൽ തെറ്റായ പ്രവണത ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അതായത് യനാമുൽ വലത് മുത്തഅഖർ, വളരെ വൈകിട്ട് ആൺകുട്ടി ഉറങ്ങുക, അതാണ് ഇതിൽ തെറ്റായ പ്രവണത, തെറ്റായ ശീലം. ഓക്കെ, 11ാമത്തെ മൻ ഹാദ, ഈ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മുസാരിഅ. 12ാമത്തത് ബസ്വല ഖിയാർ ബാമിയ, ഇത് തന്നിട്ടുണ്ട്. ഇത് മിന എന്തിൽ പെടുന്നതാണെന്നാണ്. ഇത് ഫ്രൂട്ട്സ് ആണോ, വെജിറ്റബിൾസ് ആണോ, പക്ഷിയാണോ, അതോ ഹയമാനാത്ത് മൃഗങ്ങളാണോ എന്ന് എഴുതാനാണ്. നമുക്കറിയാം ഇത് പച്ചക്കറികളാണല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ഹലുറവാത്ത് ആണ് ആൻസർ. 13ാമത്തത് ലുഅത്തുൽ ലോദ് മാഹിയ, ലുഅത്തുൽ ലോദ് എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയാണ്? ലുഅത്തുൽ അറബിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ അയ്യു മുഖാത്തഅത്തി തുഅരിഫു ബി ബുൻഖുദിയ്യത്തു ഷർക്ക്, അതായത് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആലപ്പുഴയാണ് കേട്ടോ. 15ാമത്തെ ചോദ്യം തൂഫി വൈക്കം മുഹമ്മദ് ബഷീർ ഫി ഹാമിസി മിൻ, അതായത് വൈക്കം മുഹമ്മദ് ബഷീർ ഏത് മാസത്തിലാണ് മരിച്ചത്? യൂലിയു 5 ആണല്ലേ, ജൂലൈ 5-നാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, യൂലിയു കേട്ടോ. പിന്നെ 16ാമത്തെ സൊഹാബി
മദ്കൂർ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ള സ്വഹാബിയുടെ പേരാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, സെയ്ദ് ബിൻ ഹാരിസ്. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇഖ്തറു ഖത്താ, തെറ്റായത് ഏത്? ദഹബ യദ്ഹബു, ദഹബ പോയി, യദ്ഹബു പോകുന്നു. ഖാല യഖൂലു, ഖാല പറഞ്ഞു, യഖൂലു പറയുന്നു. പിന്നെ ഇവിടെ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. വഖഫ യൂഖിഫു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും അവിടെ വഖഫ യഖിഫു എന്നാണ് കേട്ടോ വരേണ്ടത്. ആഴ്ത്ത യുഴത്തി, അതും കറക്റ്റാണ്, മാലി മുള്ളാരി എഴുതിയിട്ടുള്ള കറക്റ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായി എഴുതിയത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോൾ വഖഫ യുഖിഫു അതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ അതാണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ സി. പിന്നെ മൻ ഹുവ റഈസുൽ മജ്ലിസി തശ്രീ വിലായത്ത് കേരള ഹാലിയൻ, അതായത് ഇപ്പോഴത്തെ നിയമസഭയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ, എൻ ഷംസീർ ആണ്. പിന്നെ 19ാമത്തെ ഡാഷ് പൂരിപ്പിക്കാനാണ്. ഇത് സാധാരണ ഈ ക്വസ്റ്റ്യൻ വരാറുള്ളത്. കുലിൽ ഹക്കി വലൗ കാന ഡാഷ് എന്ന് കൊടുക്കും, എന്നിട്ട് മുറൻ എന്ന് എഴുതാറാണ്. ബട്ട് ഇവിടെ ഒന്ന് തിരിച്ച് ചോദിച്ചു. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം, കുലിൽ ഹക്കി വലൗ കാന മുറൻ. 20ാമത്തെ ഐന തഖഉ മനാറാത്തിൽ അർബ, ചാർമിനാർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹൈദരാബാദ്. നമ്മൾ 2 വീഡിയോസാണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വീഡിയോസും മുഴുവൻ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അലിഫ് ടാലൻറ്റ് എക്സാം നിങ്ങൾക്ക് സിമ്പിളായിരുന്നോ, ടഫായിരുന്നോ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ എത്രയാണ് എന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ചിലർ ഇനി സബ് ജില്ലയിലോട്ട് മത്സരിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ക്വസ്റ്റ്യൻസും ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് വേണോ എന്നുള്ളത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫൺ എജ്യു മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. എങ്കിൽ മാത്രമേ ഇനി ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. നമ്മളിനി വൈക്കം മുഹമ്മദ് ബഷീർ ദിനം വരുന്നുണ്ട് ജൂലൈ 5-ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യൂസുകൾ, അതുപോലെ ഒരുപാട് ക്യൂസ് കോമ്പറ്റീഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ.